ഒരു നിർവചനം പൊതുവെ പറയാറുണ്ട്. വമ്പൻ തട്ടിപ്പുകൾ പല കച്ചവടത്തിനകത്തും. ഇവിടെ ഇപ്പോൾ എടുത്തു പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു നേഴ്സിംഗ് സ്കൂളിൻ്റെ മറവിൽ നടക്കുന്ന ഒരു വമ്പൻ തട്ടിപ്പും വമ്പൻ ചതിയും വമ്പൻ കച്ചവടവും ഈ കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിൽ പന്തളത്ത് എടപ്പോൾ എന്ന ഭാഗത്തുള്ള ജോസ്കോ ജംഗ്ഷനിലുള്ള ജോസ്കോ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ജോസ്കോ നേഴ്സിംഗ് കോളേജും അതിനെപ്പറ്റിയുള്ള ഒരു കാര്യമാണ്. അതായത് അതൊരു ജോസ്കോ ഗ്രൂപ്പിൻ്റെയാണ്. ജോസ്കോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ജ്വല്ലറി ഗ്രൂപ്പ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പലരും തെറ്റിദ്ധരിക്കും. കാരണം ജോസ്കോ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ആ സ്ഥാപനവും ഈ ഒരു ഗ്രൂപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ജോസ്കോ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് എന്ന് പറയാം. ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെന്തക്കോസ് വിഭാഗം പോലുള്ള ഒരു വിഭാഗത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ജോസ്കോ ഗ്രൂപ്പ്. ആ ജോസ്കോ ഗ്രൂപ്പിൻ്റെ കെയറോപ്പിൽ അല്ലെങ്കിൽ അവർ നെയിം കൊടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനം, ചാരിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അതിന് പേരൊക്കെ ഇട്ടിരിക്കുന്ന വളരെ ക്ഷേമപ്പെട്ട പേര്, അത് നമുക്കറിയാലോ. ഗുഡ് സമരിട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതാണ് ആ സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പേര്. ആ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ പറയപ്പെട്ട നേഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. 2005 പ്രവർത്തനം ആരംഭിച്ച ഒരു നേഴ്സിംഗ് കോളേജാണ് ഈ പറഞ്ഞ ആലപ്പുഴ പന്തളം ടൗണിൽ തന്നെയുള്ള എടപ്പോൾ ജംഗ്ഷനിൽ ജോസ്കോ ജംഗ്ഷൻ, അതാണ് ഈ നേഴ്സിംഗ് കോളേജും. അതുപോലെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലുണ്ട് ഇവർക്ക് തന്നെ, നേഴ്സിംഗ് കോളേജിനോട് ചേർന്ന് തന്നെ ജോസ്കോ ഹോസ്പിറ്റൽ. അപ്പം പറഞ്ഞു വരുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്തിടെ ഉണ്ടായൊരു സംഭവമാണ്. അതായത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം കുട്ടികൾക്ക് ഫുഡ് പോയ്സൺ ഉണ്ടായിരിക്കണം. ഈ ഫുഡ് പോയ്സൺ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം അവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഈ കുട്ടികളുടെ പേരൻസ് അതുപോലെ ചോദ്യം ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പല ആവർത്തി ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഈ അടുത്തിടെയായിട്ട് അത് ഇത്രയും രൂക്ഷമായി വരികയും ആ ഒരു സാഹചര്യത്തിൽ അവർ പേരൻസ് മീറ്റ് വിളിച്ചു കഴിഞ്ഞപ്പം ഈ ചോദ്യം ചെയ്യുന്ന കുട്ടികളുടെ പേരൻസിനെ അവർ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ പേരൻസിനെ ഒതുക്കാനായിട്ട് നടത്തിയ ഒരു കിരാതമായ ഒരു പ്രവർത്തനം. അതായത് പേരൻസ് മീറ്റിങ്ങിനിടയ്ക്ക് ഇതിൻ്റെ MD എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ജോസെന്നും ജോസഫെന്നും ഒക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാവരും ക്യാൻറ്റീനിൽ പോയി ഒന്ന് പരിശോധിച്ചോ, നല്ല ഫുഡ്, ഡീസൻ്റ് ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേരൻസിനെ മാത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, 1-2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ ഒരു വെൽ പ്ലാനിങ് ആയിരുന്നു. ക്യാൻറ്റീനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാൻറ്റീനിലായിട്ട് തന്നെ ഈ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ഗുണ്ടകളെ അവിടെ നിർത്തിക്കൊണ്ട് ഇവരുമായിട്ട് അവിടെ വാക്കേറ്റവും തർക്കവും അടിപിടിയും ഉണ്ടാകുന്നു. ഈ പേരൻസിനൊക്കെ ആവശ്യത്തിന് തല്ല് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവർ അവിടുന്ന് ഒരു പ്രകാരത്തിൽ ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് തടിയപ്പി പോരുന്ന ആ മുഹൂർത്തത്തിൽ തന്നെ ഈ മാനേജ്മെൻറ്റ് പോലീസിൽ വിളിച്ചു പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കുന്നു. അതിനകത്ത് നിന്ന് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നു. ബാക്കി പലരുടെയും പേരിൽ കേസെടുക്കുന്നു. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ആ ഒത്താശയോടുകൂടി തന്നെ ആ ഗുണ്ടകളിലേക്ക് ആ ക്യാൻറ്റീൻ അടിച്ചു തകർത്തു എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിനകത്ത് വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ പലരുടെ പേരിലും അവർ നിയമ നടപടിയും ഭയങ്കരമായിട്ടുള്ള ആക്രമണ രീതികളും ആസൂത്രണം ചെയ്യുകയും മറ്റൊരു രീതിയിൽ ഇതിനകത്ത് ഒരു 3 കുട്ടികൾ, സാധുക്കളായിട്ടുള്ള ഒരു പെൺകുട്ടികളാണ്. ആ 3 കുട്ടികളുടെ പഠനം വരെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതായത് ഇവർ ഈ കഴിഞ്ഞ നവംബറിലാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ജനറൽ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തത് സന്ദർഭത്തിൽ തന്നെ പലരിൽ നിന്നും ഡൊണേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരിൽ ഈ 3 കുട്ടികളിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പം ഓരോ കുട്ടികളിൽ നിന്നും ചില കുട്ടികളിൽ നിന്ന് 1 ലക്ഷം രൂപ, ചില കുട്ടികളിൽ നിന്ന് 1.5 ലക്ഷം രൂപ, ചില കുട്ടികളിൽ നിന്ന് 2 ലക്ഷം രൂപ, ഇങ്ങനെ പല കുട്ടികളിൽ നിന്നും ഡൊണേഷൻ വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഫീസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഫുൾ ഫീസ് തന്നെ ആദ്യമേ തന്നെ അവർ വാങ്ങിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ലക്ഷം 3.5 ലക്ഷം ഓരോ കുട്ടികൾക്ക് പൈസയും പോയി. ഇവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പോൾ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ്. ഈ 3 കുട്ടികളെ പുറത്താക്കിയിരിക്കുന്നു. ആ കുട്ടികളും അവരുടെ പേരൻസും അതുപോലെ തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരുടെ ബന്ധുക്കളും വളരെയധികം വിഷമത്തിൽ ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.
ഇത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളാണ് ഇത് പുറംലോകത്തേക്കൊക്കെ അറിയുന്നതും അതുപോലെ തന്നെ ചില മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇതിനകത്ത് ഇടപെട്ട് വരുന്നതും. എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഭരണമാറ്റമൊക്കെ ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് ഇതിനകത്ത് ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ധരിക്കുന്നു. എന്ത് വന്നു കഴിഞ്ഞാലും ശരി, ഈ കുട്ടികളുടെ ഈ പഠനത്തിനകത്ത് ഈ രീതിയിൽ ഒരു മാനേജ്മെൻറ്റ് അത് അവിടെ നടന്നിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്, പ്രത്യേകിച്ച് ഒരു പെന്തക്കോസ് വിഭാഗമാണ്, ഹല്ലേലൂയയാണ് എല്ലായ്പ്പോഴും അനാവരണം ചെയ്ത് പറയുന്നത്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിപ്പം ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെങ്കിലും ഹിന്ദു മാനേജ്മെൻ്റ് ആണെങ്കിലും മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിലും തന്നെ ഇത്തരം മതസ്ഥാപനങ്ങളിലെ അണ്ടറിൽ വരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലെല്ലാം അവരുടെ ഒരു ഒരു മേമ്പടി പോലെ എപ്പോഴും അനാവരണം ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് അവരുടെ ഒരു പ്രൊട്ടക്ഷനാണ്. എന്ത് വന്നു കഴിഞ്ഞാലും അത് അവർക്കൊരു സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും അയ്യോ ഞങ്ങളുടെ മതത്തിൽ കയറി മാന്തി എന്ന് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു അനാവരണം, അല്ലെ ഒരു മേൽച്ചട്ട എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജോസഫ് എന്ന് പറയുന്ന ഈ വ്യക്തി ഹല്ലേലൂയ 24 മണിക്കൂർ പറഞ്ഞുകൊണ്ട് ഇത്തരം ക്രൂരമായിട്ടുള്ള പ്രവൃത്തി. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് അവിടെ പഠിക്കുന്ന ഈ കുട്ടികളെ ആ ഹോസ്പിറ്റലിൽ രോഗികൾ കുറയുന്ന സന്ദർഭത്തിൽ പോലും അത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും അത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എവിഡൻസ് എന്ന് പറയുന്നത് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതിന് മാത്രമാണ് എവിഡൻസ് വരുന്നത്. അതായത് ഫുഡ് പോയിസൺ ഉണ്ടാക്കുകയാണ് കൃത്രിമമായിട്ട് തന്നെ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പോയിസണോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുടെ ഫുഡിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് പോലും കൂടെ ആ രീതിയിലാണ് കുട്ടികൾ സംശയിക്കുന്നത്. 10-20 കുട്ടികൾ ഒരേ സമയം ഹോസ്പിറ്റലൈസ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 20 പേഷ്യൻ്റ് അവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് ചിലവുകളും എല്ലാം ഇവരിൽ നിന്ന് തന്നെ, ഈ കുട്ടികളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ചിലവഴിക്കുന്നു. സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ഒരേ സമയം തന്നെ ഒരു 20 പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ 2-3 ദിവസം അവിടെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു ചിലവ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ രീതിക്ക് ഇങ്ങടെ ഒരു വരുമാനം വരുത്തുന്നതായിട്ട് ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ നിന്നും ഇപ്പം പൊതുവെ പറഞ്ഞു കേൾക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ നന്മയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നന്മയുടെ മേലങ്കി അണിയുന്നവരാണ് ഏറ്റവും കൂടുതൽ ക്രൂര ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ പൊതുസമൂഹത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്കിവിടെ തെളിഞ്ഞ് കാണാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഹോസ്പിറ്റലും ഈ ഒരു സ്കൂൾ നഴ്സിംഗ് കോളേജും നടത്തുന്ന ഈ കിരാതമായ ഒരു നടപടിക്കെതിരെ പൊതുസമൂഹം ശക്തമായിട്ടിപ്പം ചിന്തിച്ചു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇതിനകത്ത് ഇടപെട്ട് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ആ സ്കൂളിൽ നിന്നും ഇപ്പോൾ പുറത്ത് നിർത്തിയിരിക്കുന്ന ഈ 3 കുട്ടികളെയും ആ കുട്ടികളുടെ കുടുംബക്കാർക്കും അവർക്കുണ്ടാകുന്ന ഒരു മനോവേദന നമ്മളാരും ഈ പറയുന്ന മാതിരി ആയിരിക്കില്ല. അത്തരം ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അവർക്ക് സാധാരണ അത് ആ വ്യക്തികൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം കടവും വിലയും വാങ്ങി ലോണുകളൊക്കെ എടുത്തൊക്കെയാണ് വെറും സാധാരണക്കാരായിട്ടുള്ള കുടുംബക്കാർ അവരുടെ ഒരു മകളെയോ അല്ലെ ഒരു മകനെയോ ഒക്കെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാനായിട്ട് വിടുന്നതും അതിനുള്ള പൈസ കണ്ടെത്തുന്നതും. ഇപ്പോൾ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഈ നവംബറിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഇപ്പോൾ ഈ മെയ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, അവരാ കൊടുത്തിരിക്കുന്ന ഡൊണേഷന്, അവരാ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഫീസുകൾ, അതുപോലെ തന്നെ പൈസകൾ, അതുപോലെ തന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു. ഇവരെല്ലാം വഴിയാധാരമാകുകയും ചെയ്യുക. ഇത് എന്തൊരു ഭീകരമായ ഒരു അവസ്ഥയാണെന്നൊന്ന് കണക്കൂട്ടി നോക്കി. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ജനവികാരം ഉയർന്നു വരുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ആ കുട്ടികൾക്ക് ഇനിയിപ്പം മുന്നോട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ഒറ്റ പൈസ പോലും അവർക്ക് നഷ്ടം വരാതെ ഈ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടികളുടെ പേരൻസിന് തിരികെ കൊടുത്തുകൊണ്ട്, കാരണം ആ കുടുംബം ഒക്കെ ഇപ്പോൾ എത്രമാത്രം കഠിനമായ ഒരു മനോവേദനയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് അവരെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ട് തന്നെ ഇവിടെ പൊതുസമൂഹം ഇത് വലിയൊരു ഗൗരവത്തിൽ കാണുന്നുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത്തരം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന വൃത്തികെട്ട കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ നടപടിയും നിയമ നടപടിയും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.